ഹലോ ഓൾ. അപ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ കണ്ടക്ട് ചെയ്യുന്ന ഓൾ കേരള ഫ്രീ ജെഇ മോക്ക് ടെസ്റ്റിൻ്റെ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് വാട്സാപ്പ് നമ്പറിൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ലാപ്ടോപ്പിൽ പോവുക. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. സോ ഡയറക്റ്റ്ലി ആ ലിങ്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം എന്ന് പറയുന്ന ഒരു കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിൻ്റെ പേരും, നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് അതിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. പിന്നെ നിങ്ങളോട് താഴെ പേരും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി പിന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇത് മൂന്നും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യാം. അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് പേജ് വരും. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും അധികം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് പേജിൽ അപ്പിയർ ആകും. ആൻഡ് അതിന് താഴെ നിങ്ങൾക്ക് ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ലോഡിംഗ് സ്ക്രീൻ വരും. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിലേക്കാണ് പോവുക. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ടൈം ലെഫ്റ്റ് ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ടൈമർ കാണാം. അത് ടോട്ടൽ 180 മിനിറ്റ്സ് ആണ്. ഓൾറെഡി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ MCQ ന്യൂമറിക്കൽ, കെമിസ്ട്രിയിലെ MCQ ന്യൂമറിക്കൽ, മാത്തമാറ്റിക്സിലെയും MCQ ന്യൂമറിക്കൽ 6 സെക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നമുക്ക് ABCD 4 ഓപ്ഷൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നുകിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കളർ കോഡ് ആ നമ്പറിൽ വന്നിട്ടുണ്ടാകും. ഇത് നമ്മുടെ UI തന്നെയാണ്. എക്സാം NTA-ലും നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻസിലും സിമിലർ UI തന്നെയാണ് ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ്റെ നമ്പറിന് അക്കോർഡിംഗ് ആയിട്ട് ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആൻസേർഡ് ആണ്. റെഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തു പക്ഷേ ആൻസർ ചെയ്തിട്ടില്ല. പർപ്പിൾ കളർ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആൻസർ ചെയ്യാതെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഒരു കളറും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിസിറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ഇതുവരെ നമ്മൾ ടച്ച് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പർപ്പിൾ വിത്ത് എ ഗ്രീൻ ബബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആൻസർ ചെയ്തിട്ടുണ്ട് ബട്ട് മാർക്ക് ഫോർ റിവ്യൂ എന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, ഞാനത് എന്ത് ചെയ്യാണ്, ഞാനത് നെക്സ്റ്റ് അടിക്കാൻ, സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ആൻസർ ചൂസ് ചെയ്തു, എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം തേർഡ് വൺ എന്തായിട്ടുണ്ട്, ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലത്തെ ഓൺലൈൻ എക്സാം എഴുതി പരിചയമുള്ള ആളുകൾക്ക് ഈസിലി ഇത് മനസ്സിലാക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്തു പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലായി, അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ക്ലിയർ റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിയർ റെസ്പോൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ പോയിട്ട് സ്വിച്ച് ചെയ്താൽ മതി. അവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ അതിൻ്റെ ഇൻഡിജർ ആൻസർ ആണ്. 8 ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ 8 എന്ന് ടൈപ്പ് ചെയ്യുക, കീബോർഡിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് കൊണ്ടുതാ ഈ നമ്പർ പാഡിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമിലർലി എന്താണോ പറയുന്നത് അത് തന്നെ ഇവിടെ സംഭവിക്കും. ഞാൻ നോട്ട് ചെയ്യുക, നമ്മൾ ഈ വർഷത്തെ JEE 2025 പാറ്റേണിലാണ് എക്സാം നടത്താൻ പോകുന്നത്. NAT-ൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഇനി കെമിസ്ട്രിയിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിലേക്ക് പോവാം. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ന്യൂമറിക്കൽ ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റ റൗണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കും. മാത്സിലെ MCQs മുഴുവൻ എനിക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഒറ്റയടിക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 1 2 3 4 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, കാണാൻ വേണ്ടി സാധിക്കും. കറക്റ്റ് ആൻസറിന് 4, തെറ്റിക്കഴിഞ്ഞാൽ -1 ഇങ്ങനെ വേണമെങ്കിൽ അത് യൂസ് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. ഇനി തിരിച്ച് വന്നു കഴിയുമ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫിസിക്സ് MCQയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ റൈറ്റിലുള്ള ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം, അവിടെ റെഡ് ഏതൊക്കെയാണ്, ഗ്രീൻ ഏതൊക്കെയാണ്, പർപ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ചെയ്തത്, ചെയ്യാത്തത് ഏതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് വൺ ഇത് കണ്ടോ, ഞാൻ മാർക്ക് ഫോർ റിവ്യൂ ചെയ്തതാണ്. സിമിലർലി ഏത് ക്വസ്റ്റ്യനിലേക്ക് നാവിഗേറ്റ് ചെയ്യാനും നിങ്ങളിതാ ഈ റൈറ്റ് സൈഡിലുള്ള ക്വസ്റ്റ്യൻ ലേഔട്ട്, ക്വസ്റ്റ്യൻ നമ്പർ ലേഔട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ കീബോർഡിലുള്ള ബാക്ക് സ്പേസോ മൗസ് കൊണ്ട് വിൻഡോ ചേഞ്ച് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ എക്സാമിൽ ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻഡിലായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് എക്സാം എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, ഏതിൻ്റെ അടിയിലാണെന്ന് വെച്ചാൽ ഈ നമ്പർ പാഡിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ നമ്പർ ലേഔട്ടിൻ്റെ അടിയിലായിട്ട് സബ്മിറ്റ് എക്സാം എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഡു യു വാണ്ട് ടു എൻഡ് ദി എക്സാം എന്ന് ചോദിക്കും. അപ്പോൾ ഉറപ്പ് വരുത്തിയിട്ട് എക്സാം തീർന്നു അല്ലെങ്കിൽ തീരാനായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സമയം കൃത്യമായിട്ട് തന്നെ നോക്കുക. എത്ര മിനിറ്റാണ് ബാക്കിയുള്ളത് എന്നുള്ളത് ടൈം ലെഫ്റ്റിൽ കാണാൻ സാധിക്കും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ കയ്യിലൊരു നമ്പർ ആദ്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ആദ്യം നിങ്ങൾ ഫിസിക്സ് ആണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ 180ൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. സിമിലർലി അനദർ 50 കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയും സ്വിച്ച് ചെയ്ത് മാത്സിലേക്ക് പോകണം. എന്നിട്ട് മാത്സിൽ നമ്മളൊരു 1 ഹവർ സ്പെൻഡ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. ഇത് ഞാനൊരു ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ഇത് നിങ്ങളുടെ സബ്ജക്ട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ച് നിങ്ങൾക്കത് ഇഷ്ടംപോലെ എന്ത് ചെയ്യാവുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ എക്സാം എഴുതി പരിചയമുണ്ടാകും, ലാപ്ടോപ്പൊക്കെ ഉള്ള ആളുകൾക്ക്. അപ്പോൾ അതുപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള NTA ടൈപ്പ് ഓഫ് പാറ്റേൺ UI തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എക്സാം കൊടുക്കുക. എൻഡ് എക്സാം ചെയ്ത് കഴിഞ്ഞാൽ എക്സാം നമ്മളിവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലാപ്ടോപ്പിൽ നാളെ നടക്കാൻ പോകുന്ന JEE എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ജനുവരി 18 ശനിയാഴ്ച 3 സ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ നിങ്ങളുടെ എക്സാം എഴുതാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം. അത് കണ്ടിട്ട് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യം, ഈ ഒരു സാമ്പിൾ എക്സാമിൻ്റെ ഇതുപോലത്തെ ഒരു സാമ്പിൾ എക്സാമിൻ്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ സാമ്പിൾ എക്സാമിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് UI കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സാമ്പിൾ എക്സാം ലിങ്ക് കൂടെ യൂസ് ചെയ്യുക. അതിൽ ആ ഒരു UI കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ആക്ച്വൽ എക്സാം ഏത് സ്ലോട്ടാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ സ്ലോട്ടിലൂടെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.